ഓക്കെ, ലൈഫിൽ വരുന്ന ഓരോരോ ചേഞ്ചസ് ചേഞ്ചസ് അല്ലേ അത് നമ്മൾ പക്ഷെ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് മാറ്റം വരുത്തുന്നല്ല. ആ ഇങ്ങനെ സിറ്റുവേഷൻസ് വരുമ്പോ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇപ്പൊ ഇന്നിപ്പോ ആരുമില്ല, എന്ത് ചെയ്യാം, എന്നാ പിന്നെ ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ ഒറ്റയ്ക്ക് ആരും ഇല്ലാത്തോണ്ട് പോകുന്നതായിരിക്കും. അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആ അപ്പൊ പിന്നെ ഐ പ്രിഫർ ടു ഡു ദാറ്റ് മോർ. അങ്ങനെ 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 സംഭവിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ വിചാരിക്കാത്ത ഓരോരോ മാറ്റങ്ങൾ Yeah, yeah, വരുന്നത്. അങ്ങനെ. ഈ മനോഹരം എന്ന് പറഞ്ഞൊരു മൂവി വന്നതുകൊണ്ട് നിങ്ങൾ തമ്മിൽ അന്ന് അവിടെ സെറ്റിൽ വെച്ച് പരിചയപ്പെട്ടു, ലൈഫ് തന്നെ ഇന്നിപ്പോ ഇവിടെ വന്ന് നിൽക്കുന്നു മനോഹരമായിട്ട്. ഒരു പക്ഷെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് അന്ന് അങ്ങനെ ഒരു മൂവി വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ തമ്മിൽ ദൈവം എങ്ങനെ നിങ്ങളെ കൊണ്ട് കണക്ട് ചെയ്യിപ്പിച്ചേനെ, നിങ്ങൾ എങ്ങനെ എന്തായിരിക്കും, നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ മറ്റേ എന്റെ ആലോചിച്ചിട്ടുണ്ടോ? അടുത്ത് മറ്റേ ഞാൻ പ്രകാശൻ ആ ആണ് എന്റെ ഫസ്റ്റ് ഫിലിം. അതെ. അപ്പൊ ഞാൻ പ്രകാശനിൽ ആക്ച്വലി അഖിലേട്ടൻ പറഞ്ഞത് എന്റെ ഒരു കുഞ്ഞൊരു 5 ഷോട്ടിലാണ് ഞാൻ പ്രകാശനിൽ അഭിനയിച്ചത്. അപ്പൊ അതില് പെണ്ണ് കാണാൻ വരുന്നത് ഫഹദിന്റെ കൂടെ പെണ്ണ് കാണാൻ വരുന്ന ആള് അത് മാറ്റിയിട്ട് ഫഹദ് ഇങ്ങനെ കുറച്ച് പുറകെ നടക്കുന്ന പോലത്തെ ഷോട്ട്സ് ആണ്. അപ്പൊ ആ പെണ്ണ് കാണാൻ വന്ന ഇത് ദീപക്കേട്ടനെ വിളിക്കണം എന്നായിരുന്നു അവര് ഫസ്റ്റ് വിചാരിച്ചിരുന്നേ. പിന്നെ അത് മാറി മാറി പിന്നെ അങ്ങനെയാണ് പോയത്. അപ്പം എനിക്ക് തോന്നുന്നു അത് നടന്നില്ല, അതുകൊണ്ട് മനോഹരം സംഭവിച്ചു, മനോഹരത്തിൽ വെച്ച് കണ്ടു. അപ്പം ഇറ്റ്സ് ലൈക്ക് മനോഹരം നടന്നില്ലായിരുന്നെങ്കിൽ കണ്ടേനെ. അത് ഉറപ്പായിട്ടും അങ്ങനെ മീറ്റ് ചെയ്യേണ്ട ആൾക്കാരെ എപ്പോഴെങ്കിലും മീറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് അല്ലെ. ഇൻഡസ്ട്രിയിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉള്ള ഒരു ആൾക്കാരാണോ നിങ്ങൾ രണ്ടുപേരും? അല്ല അല്ല അല്ല, വളരെ ലിമിറ്റഡ് ഫ്രണ്ട്സ്. എനിക്ക് അങ്ങനെ എല്ലാ സെറ്റിൽ പോയാലും ഞാൻ എല്ലാവരുമായിട്ടും ഫ്രണ്ട്ലി ആണ്. പക്ഷെ ഒരു സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഞാൻ അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരുപാട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നല്ല. അങ്ങനെ എനിക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് ആരോടും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എസ്പെഷ്യലി സിനിമ. എനിക്ക് ഇപ്പോഴും ഉള്ള ഫ്രണ്ട്സ് എന്റെ സ്കൂൾ ഫ്രണ്ട്സ് ആണ്. എന്റെ 8th സ്റ്റാൻഡേർഡ് മുതലുള്ള ഫ്രണ്ട്സ് ആണ്. നമുക്ക് എന്തെങ്കിലും അത്രയും കോർ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നതൊക്കെ അവരോടാണ്. സിനിമയിലുള്ള എല്ലാവരും എനിക്ക് ഇഷ്ടമാണ്, കാണുമ്പോൾ ഭയങ്കര കമ്പനിയൊക്കെയാണ്. പക്ഷെ ഞാൻ അങ്ങനെ വീട്ടിൽ പോകാനോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പുറത്ത് മീറ്റ് ചെയ്യാനോ അങ്ങനെ എനിക്ക് വളരെ കുറച്ച് പേരേ ഉള്ളൂ. അങ്ങനെ ധ്യാനായിട്ട് അപർണ നല്ല കണക്റ്റഡ് ആണ്. നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്, നിങ്ങൾ തമ്മിലുള്ള ഒരു വൈബ് ഭയങ്കര ഇതാണ് അല്ലേ? അതെങ്ങനെ അറിയാം? എനിക്ക് ധ്യാൻ ചേട്ടന് ഇറ്റ്സ് ലൈക്ക് എ ബ്രദർ. ദീപക്കേട്ടന്റെ ഫ്രണ്ടാണ്. ഇപ്പൊ ധ്യാൻ ചേട്ടൻ മറ്റേ ഞാൻ എപ്പോഴും പറയും എന്തും നമ്മുടെ നാട്ടില് എന്തും തുറന്നു പറയാൻ ലൈസൻസ് ഉള്ളൊരു ആളാണ് ധ്യാൻ ചേട്ടൻ. എന്ത് പറഞ്ഞാലും എല്ലാവരും ആ ഒരു സെൻസിൽ എടുക്കും. അത് ഭാഗ്യമല്ല. നമ്മളൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ തലത്തിൽ ചിന്തിക്കും. ധ്യാൻ ചേട്ടൻ എന്ത് പറഞ്ഞാലും അത് ധ്യാൻ ശ്രീനിവാസനല്ലേ എന്നുള്ളൊരു ലെയിനിലല്ലേ വരുള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആള്. ഞാനിങ്ങനെ വിചാരിക്കും ഉടായ്പാണെങ്കിലും എന്തുടായ്പ ചെയ്താലും അത് പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരാളാണ്. ഞാൻ ഉടായ്പൊന്ന് സ്വയം സമ്മതിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ഓക്കെ ആണ്, എനിക്ക് ഇഷ്ടമാണ്. ധ്യാൻ വന്നിരുന്നു നിങ്ങളുടെ കല്യാണത്തിന്? ഇല്ല ഇല്ല. അത് ധ്യാൻ ചേട്ടൻ പനിയാണെന്ന് പറഞ്ഞു. അത് എത്രത്തോളം സത്യാന്ന് എനിക്കറിയില്ല. അപ്പൊ പനിയാന്ന് പറഞ്ഞിട്ട് പിന്നെ അന്ന് പറഞ്ഞു എന്തോ പനിയാണ്. പിന്നെ വിളിച്ച് സംസാരിച്ചപ്പോ വോയിസ് ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് സത്യമാന്ന് വിശ്വസിക്കുന്നു. അതാണ് അന്ന് വരാൻ പറ്റാത്തൊക്കെ വന്നിരുന്നു. ഓക്കെ. കല്യാണത്തിന് മുമ്പേ ആണല്ലോ തമിഴ് മൂവിയിലെ വിജയുടെ കൂടെ അഭിനയിച്ചത്. അപ്പൊ ആ ഒരു ഇപ്പൊ കല്യാണം ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരെയൊക്കെ നമ്മൾ കല്യാണത്തിന് തീർച്ചയായിട്ടും വിളിക്കും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഇതൊക്കെ വന്നപ്പോ അന്നപ്പോ അങ്ങനെ തമിഴ് ഇൻഡസ്ട്രിന്ന് ആരെങ്കിലുമോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വിജയിനെ തന്നെയും കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്യോ അങ്ങനെ? ഞാൻ ചെയ്തിട്ടില്ല. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ വിജയ് സാറുമായിട്ട് എനിക്ക് ഇങ്ങനെ വർഷത്തിലൊരിക്കൽ ഒരു പടം ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ സാറിന് മെസ്സേജ് അയക്കും, സാർ നൈസ്, അല്ലെങ്കിൽ ന്യൂ ഇയർ ആകുമ്പോൾ ഹാപ്പി ന്യൂ ഇയർ, മേരി ക്രിസ്മസ്, അങ്ങനെ അയക്കുന്ന ഒരു റിലേഷനേ ഉള്ളൂ. അപ്പൊ ഞാൻ മറ്റേ കല്യാണത്തിനൊക്കെ വിളിച്ചിട്ട് ആ ഒരു ഇത് കളയണ്ടെന്നുള്ളൊരു, നമ്മൾ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ആള് പുള്ളിയുടെ നമ്പർ എന്റെ കയ്യിൽ ഉണ്ടെന്നുള്ളത് കൊണ്ട് മറ്റേ എന്റെ വീട് ഹൗസ് വാമിംഗ് ആണ്, കല്യാണമാണ്, അങ്ങനെ പറയാൻ പാടില്ലല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ എന്തായാലും സാറിന് വരാനും പറ്റില്ല. അപ്പൊ എന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലും സാറിനെ പോയി കണ്ട് നേരിട്ട് പോയി വിളിക്കണമെന്ന്. ഒരു വാട്സ്ആപ്പ് മെസ്സേജിൽ വിളിക്കാം. അപ്പൊ എനിക്ക് നേരിട്ട് പോയി വിളിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ അതൊരു ഫോൺ കോളിൽ വിളിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങ് വിളിച്ചില്ല. എനിക്ക് തോന്നുന്നു വിജയെ കാണാൻ വേണ്ടിയിട്ട് തന്നെ അപർണയുടെ കല്യാണത്തിന് വിജയ് വരുമെന്ന പ്രതീക്ഷയിൽ കുറച്ച് ആൾക്കാർ നിങ്ങൾ ക്ഷണിക്കാതെ വന്നതെന്ന് മുമ്പേ പറഞ്ഞില്ലേ, അതേപോലെ കുറച്ച് ആൾക്കാർ വന്ന് കയറിയത് അങ്ങനെ കുറച്ച് ആൾക്കാരാണ്. ഈ കല്യാണത്തിന് പോയാൽ പിന്നെ പൊതുവെ കുറച്ച് പബ്ലിക് ഉണ്ടല്ലോ, ഇവരുടെ സെലിബ്രിറ്റിയുടെ കല്യാണം ഇവിടെ കുറെ സെലിബ്രിറ്റീസ് അങ്ങനെ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ അങ്ങനെ കുറച്ച് പേര് സിനിമാക്കാരെ കാണാൻ വേണ്ടി അങ്ങനെ ഉണ്ടാവുമായിരിക്കും. വിജയ് സാർ വന്നു കഴിഞ്ഞാൽ പിന്നെ പാലക്കാട് ആ ഏരിയ ഫുൾ മറ്റേ സീൽ ചെയ്യേണ്ടി വരും. അത്രയും ഫാൻസ് ഉണ്ടല്ലോ വിജയ് സാറിന് പാലക്കാട്. അങ്ങനൊന്നും എന്തായാലും വരൂല്ല. പിന്നെ ഞാൻ ഒന്നില്ലെങ്കിൽ നമ്മൾ പോയിട്ട് ആ ഒരു റെസ്പെക്ട് കൊടുത്ത് നേരിട്ട് പോയി വിളിക്കണം. ഫോണിൽ ഒരു മെസ്സേജ് അയച്ച് വിളിക്കേണ്ട ഒരാളായിട്ട് എനിക്ക് അങ്ങനെ എനിക്ക് ചെയ്യാൻ ആ ഒരു സാഹചര്യത്തിൽ ഷൂട്ടും കാര്യങ്ങളും. ഞാൻ കല്യാണത്തിൽ ഫുള്ളി ഇൻവോൾവേ അല്ലായിരുന്നു. കല്യാണത്തിന്റെ 2 ദിവസം മുമ്പാണ് ഞാൻ വീട്ടിലെത്തുന്നത്. അതിന് മുമ്പ് ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കല്യാണ സമയത്ത് ആക്ച്വലി ഷൂട്ട് ഉണ്ടാവും എന്നൊക്കെ ഉള്ള
ടെൻഷനും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം എനിക്ക് ഫുള്ളി ഞാൻ മറ്റേ എല്ലാരെയും എത്രയോ വിളിക്കാതെ വിട്ടുപോയ ആൾക്കാരുണ്ട് എന്റെ സൈഡിൽ നിന്ന്. അപ്പൊ അവരൊക്കെ ചിലപ്പോ ഇപ്പോഴും എന്തെങ്കിലും കാണുമ്പോ എന്നെ വിളിച്ചിട്ടില്ല എന്ന് പറയും. പക്ഷെ ഞാൻ അങ്ങനെ ഒട്ടും ആ ഒരു സമയത്ത് ഒന്നാമത് കല്യാണത്തിന്റെ സ്ട്രെസ്സും ടെൻഷനും, അയ്യോ കല്യാണമാണെന്നുള്ളൊരു കാര്യം, രണ്ടാമത് ഷൂട്ട് ഉണ്ട്, മൂന്നാമത് എന്തൊക്കെയൊക്കെയോ അറേഞ്ച് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങള്. അപ്പൊ എല്ലാം കൂടെ കൊണ്ട് കുറെ പേരെ ഞാൻ വിളിച്ചിട്ടില്ല. പിന്നെ സാറിനെ ഒന്നും പോയി വിളിക്കാനുള്ള സമയം ഉണ്ടായില്ല. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട എന്നുള്ള രീതി. ഓക്കെ ഓക്കെ. പിന്നെ ആനന്ദ് ശ്രീബാലയില് അതിനകത്ത് അതിന്റെ വിശേഷങ്ങളൊക്കെ പറയും. അതിലെ നായികയല്ലേ ഇപ്പൊ നീ? അതെ. അപ്പൊ അതിലെ വിശേഷങ്ങളും കൂടെ പറയും. ആനന്ദ് ശ്രീബാല അടുത്ത് തന്നെ റിലീസ്, എന്നാണ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല, പക്ഷെ അടുത്ത് തന്നെ ഉണ്ടാവും അതിന്റെ റിലീസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിന്റെ കാര്യം വർക്ക് എല്ലാം കഴിഞ്ഞോ? വർക്ക് എല്ലാം കഴിഞ്ഞു. പോസ്റ്റ് പ്രൊഡക്ഷനും എല്ലാം. ഇനി എന്തെങ്കിലും ടെക്നിക്കലി എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ എന്റെ ഡബിങ്ങും ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ബാക്ക് എൻഡിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോന്ന് എനിക്കറിയില്ല. അത് അവര് ചെയ്തോണ്ടിരിക്കുകയാണ്. പക്ഷെ ഓൾമോസ്റ്റ് ഒരു 90% ഫിലിം ഓക്കെ ആണ്, റെഡി ആണെന്നാണ് എനിക്ക് അറിയുന്നത്. അതിന്റെ റിലീസും കാര്യങ്ങളും ഡേറ്റും ഒക്കെ അവര് ഇപ്പൊ സ്ലോലി പ്രൊമോഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു സ്റ്റേജിലാണ്. അത് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന ഒരു ഫിലിമാണ്. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. അതിന്റെ പ്രൊമോഷൻ സമയത്ത് നമുക്ക് അതിന്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷെ എന്നാലും ഇത്ര എക്സൈറ്റ്മെന്റ് വരാൻ ആനന്ദ് ശ്രീബാലയിലെ ക്യാരക്ടർ എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു അത് കാണുമ്പോൾ ആൾക്കാർക്ക് കുറെയൊക്കെ അതിപ്പോ ഞാൻ പറയാൻ പറ്റില്ല, അതൊരു അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആണ്. അപ്പം കാണുമ്പോൾ ആൾക്കാർക്ക് കണ്ടോ കേട്ടോ അറിഞ്ഞൊരു സ്റ്റോറി ആയിരിക്കും അത്. സോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു, ആൻഡ് അപ്പം എപ്പോഴും നമുക്ക് റിലേറ്റ് ചെയ്യുന്ന സബ്ജക്ട് അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു സബ്ജക്ട് ആൾക്കാർക്ക്, എനിക്ക് അങ്ങനത്തെ പടങ്ങൾ കാണാൻ ഇഷ്ടമാണ്. അപ്പം അങ്ങനത്തെ പടങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു അത് ഇഷ്ടപ്പെടും. ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അഭിലാഷായിട്ട് നമ്മുടെ ഫാമിലി തന്നെയാണ് അഭിലാഷും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അഭിലാഷിനെ കാണാറുണ്ട്. ഞാനും എന്റെ തന്നെ പല ഇന്റർവ്യൂസിലും വരാറുണ്ട്, പലപ്പോഴും കാണാറുണ്ട്. അപ്പോഴപ്പോ ഓരോ സ്റ്റേജിലായിട്ട് കുറച്ച് നാളുകളായിട്ട് കാണുമ്പോൾ ഓരോ സ്റ്റേജിൽ പറയും അതിന്റെ കാര്യങ്ങൾ ഇത്രത്തോളമായി, ഇതായി, ഇതൊക്കെ. അപ്പൊ വിശേഷങ്ങളൊക്കെ പറഞ്ഞാൽ അത് കൂട്ടത്തിൽ അന്ന് പറഞ്ഞ ഒന്നാണ്, സംഗീത തിരിച്ചു വരികയാണ്, എന്റെ സിനിമയിലൂടെ ഇങ്ങനെ വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞു. അപ്പം എന്റെ പ്രോഗ്രാമിൽ തന്നെയും ഗസ്റ്റ് ആയിട്ട് വരാൻ നിൽക്കുകയായിരുന്നു. അന്ന് ഷൂട്ടിന്റെ എന്തോ ഒരു ഷൂട്ട് ഉദ്ദേശിച്ച പോലെ തീർന്നില്ല. അങ്ങനെ ഞങ്ങൾ ഷൂട്ടെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അന്ന് വരാൻ പറ്റിയില്ല. അപ്പം സംഗീത ചേച്ചിയായിട്ടുള്ള അമ്മയായിട്ടല്ലേ ഇതിനകത്ത്? എന്റെ അമ്മയല്ല, അർജുന്റെ അമ്മയായിട്ട്. അങ്ങനെയാണോ? അർജുന്റെ അമ്മയായിട്ട്. ഓക്കെ. അപ്പൊ പക്ഷെ നിങ്ങൾ ഒരുമിച്ചുള്ള സീനൊക്കെ ഉണ്ടോ? നമ്മൾ ഒരുമിച്ച് സ്ഥലത്തുണ്ട്, പക്ഷെ ഞങ്ങള് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ട്, 1-2 സ്ഥലത്തുണ്ട്. അപ്പൊ എന്തായാലും കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റി. അതായത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ദിവസങ്ങളിൽ സംഗീത ചേച്ചി ഉണ്ടായിരുന്നു. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള, ഭയങ്കര ഹംബിൾ ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള, ഭയങ്കര സുന്ദരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ രമ്യ ചേച്ചിനെ പറഞ്ഞതുപോലെ തന്നെ സംഗീത ചേച്ചിയും അന്നത്തെ പോലെ തന്നെ, ഒരു മാറ്റം ഇല്ല. എങ്ങനെയാണ് ഇത് ഒരു ഏജ് ആയി കഴിഞ്ഞാൽ അങ്ങനെ മകളെ നമ്മൾ ആരും പിന്നെ മുന്നോട്ടങ്ങ് വലുതാവില്ല. ഇവിടെ ആയോ മതിയായിരുന്നു, നമ്മളാ അതിലങ്ങ് നിന്നോളും, പിന്നെ വളരില്ല. സംഗീത ചേച്ചി അതെ ഭയങ്കര സുന്ദരി ആൻഡ് ഭയങ്കര സ്വീറ്റ് ആണ്. അങ്ങനെ ആളങ്ങനെ ഭയങ്കര എക്സ്ട്രോവേർട്ട് ഒന്നും അല്ല, ഭയങ്കര ഇൻട്രോവേർട്ട്, ഭയങ്കര ക്വൈറ്റ് ആയിട്ട് സംസാരിക്കുന്ന, ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന അങ്ങനത്തെ ഒരാളാണ്. ഇനി നിങ്ങൾ ഒരുമിച്ച് സിനിമകൾ ചെയ്യില്ല എന്നുള്ളൊരു പ്ലാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? ഇപ്പൊ നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു പ്രൊജക്ട് വന്നു, അതിനകത്ത് തന്നെ നിങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ വില്ലിങ് ആണോ? ഞാനും ദീപക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നല്ലൊരു പ്രോജക്റ്റ് ആണെങ്കിൽ at the end of the day he's actor, I am also actor. So അങ്ങനെയായി കാണുന്നുള്ളൂ. മാളികപ്പുറം ടീം ഒന്നിക്കുന്ന ആനന്ദ് ശ്രീബാലയാണ് പുതിയ പ്രോജക്ട്. മാളികപ്പുറം എന്ന ചിത്രത്തിന്റെ തിരക്കഥ എഴുതി ഒരുക്കി വിഷ്ണുവിനെ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അപർണയും അർജുൻ അശോകനുമാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത്. അപർണയുടെയും ദീപകിന്റെയും വിവാഹം സോഷ്യൽ മീഡിയ ഏറെ ആഘോഷമാക്കിയിരുന്നു. കാരണം ഇവരുടെ പ്രണയം അതുവരെയും പുറത്തുപോലും അറിഞ്ഞിരുന്നില്ല. ആരും അറിയാത്തൊരു പ്രണയകഥയായിരുന്നു അപർണയുടെയും ദീപകിന്റേതും. അപർണ വളരെ സംസാരപ്രിയായ ഒരു പെൺകുട്ടിയാണ്. എന്നാൽ ദീപക് നേരെ ഓപ്പോസിറ്റും. അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന കുറച്ച് ഇൻട്രോവേർട്ട് ആയ ഒരാളാണ് ദീപക്. എന്നാൽ താൻ അങ്ങനെ അല്ലായിരുന്നു എന്നാണ് അപർണ പറയുന്നത്. തങ്ങൾ രണ്ടുപേരും രണ്ട് സ്വഭാവമാണ്. ആദ്യമൊക്കെ തനിക്ക് അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു, അടിയുണ്ടാക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്ന അപർണ പിന്നീട് താനും മാറിയെന്ന് പറയുന്നുണ്ട്. ആദ്യമൊക്കെ എത്ര ലേറ്റ് ആയാലും രാത്രിയായാലും സംസാരിക്കണം, വിളിക്കണം എന്നൊക്കെ പറയുന്ന അപർണ ഇപ്പോൾ ഞാൻ ഉറങ്ങുകയാണ്, ശല്യപ്പെടുത്തരുത് എന്ന് അങ്ങോട്ട് പറയാറുണ്ടെന്നും അതുപോലെ തന്നെ ദീപക് തുടക്കം മുതൽ ഇപ്പോഴും ഒരുപോലെയാണ് എന്നും പറയുന്നുണ്ട്. വിനീത് ശ്രീനിവാസന്റെ മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമയിലൂടെയാണ് ദീപക് പറമ്പോൾ സിനിമയിലേക്ക് എത്തുന്നത്. തട്ടത്തിൻ മറയത്ത്, തിര, ഡി കമ്പനി, കുഞ്ഞിരാമായണം, രക്ഷാധികാരി ബൈജു, വിശ്വവിഖ്യാതരായ പയ്യന്മാർ, ക്യാപ്റ്റൻ, ബിടെക്, കണ്ണൂർ സ്ക്വാഡ് തുടങ്ങി അടുത്തിടെ വമ്പൻ ഹിറ്റായ മഞ്ഞുമൽ ബോയ്സിൽ നിൽക്കുകയാണ് ദീപക് പറമ്പോളിന്റെ അഭിനയ ജീവിതം.